മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 4 എപ്പിസോഡ് സീരീസ് ആണ് ഹൃദ്രോഗത്തെ പറ്റി. അതിൻ്റെ മൂന്നാമത്തെയാണ്. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഹൃദ്രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസും കൂടാതെ ഹൃദ്രോഗത്തിൻ്റെ ഒപ്പം വരുന്ന മറ്റ് അസുഖങ്ങളുമാണ്. പിന്നെ ജീവിതശൈലിയും ഈ അസുഖങ്ങളും ഹൃദ്രോഗത്തിൻ്റെ കോംപ്ലിക്കേഷനുമായിട്ട് ഉള്ള കണക്ഷനാണ്. എങ്ങനെയാണ് ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ കൂടെ ഭേദപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഡോക്ടർ ജോളിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ഡോക്ടർ ജോളി ജീവിതശൈലി രോഗങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഹൃദ്രോഗം ഒരു ജീവിതശൈലി രോഗമായതുകൊണ്ടും പ്രത്യേകിച്ച് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നുള്ളൊരു ഫോക്കസ് ഉള്ളതുകൊണ്ടും നമ്മളുടെ ടോപ്പിക്കിൽ ആ ഒരു കാര്യവും കൂടെ കൂടുതൽ നമുക്ക് കേൾക്കാനാവുന്നതായിരിക്കും. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഏതൊക്കെ അസുഖങ്ങളാണ് ഈ ഹൃദ്രോഗത്തിനോട് ഒപ്പം വരുന്നത്? ഹൃദ്രോഗം മിക്കവാറും വരുന്നത് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും, അതിന്റെ ഭാഗമായിട്ടാണ്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അമിത കൊഴുപ്പ്, ദുർമേധസ്, നമ്മൾ മലയാളത്തിൽ നിന്ന് പറയുമ്പോൾ ദുർമേധസ് എന്ന് പറയും, അതൊന്ന്. പിന്നെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പ്രഷർ, പിന്നെ ഡിസ്ലൈപ്പിഡീമിയ, അതായത് നമ്മൾ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുക. യൂഷ്വലി അത്തരം പേഷ്യൻസിന് അതൊക്കെ പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെല്ലാം നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങും. ഓരോന്നിനായിട്ട് നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അത് പിന്നെ മരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ, ഡയബറ്റീസിനൊക്കെ മരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ വെയിറ്റ് കൂടും. അപ്പോൾ ഫാറ്റി ലിവറിലേക്ക് വരും. പിന്നെ കിഡ്നിക്ക് പ്രോബ്ലംസ് വരാൻ തുടങ്ങും. മിക്കവാറും ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനും ഉള്ള പേഷ്യൻസിനൊക്കെ ക്രോണിക് കിഡ്നി ഡിസീസ്, CKD ഉണ്ടാകും. അതുപോലെ ലിവർ ഡിസീസ്, ഫാറ്റി ലിവർ, ഗ്രേഡ് 1, ഗ്രേഡ് 2, സിറോസിസ്, അങ്ങനെ പോകും. അപ്പം ഈ രോഗങ്ങളും ലിവറിനെയും കിഡ്നിയും ഡാമേജ് ചെയ്യും. ഒപ്പം തന്നെ മരുന്നുകളും ലിവറിനെയും കിഡ്നിയും ഡാമേജ് ചെയ്യും. ഇതുപോലെ ഈ പേഷ്യൻസിന് എല്ലാം ഉറക്കക്കുറവും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ബ്രെയിനിനും ഈ ഗ്ലൂക്കോസ്, ഷുഗർ കൂടുന്നതും പ്രഷർ കൂടുന്നതും കൊളസ്ട്രോൾ കൂടുന്നതും ഒക്കെ ബ്രെയിനിനും ഡാമേജാണ്. രക്തക്കൊഴലുകളെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം പ്രൈമറിലി ബാധിക്കുന്ന രക്തക്കൊഴലുകളെയാണ്. അപ്പോൾ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ വരുന്നതാണ് ഈ പ്രഷർ കൂടാൻ തന്നെ കാരണം വരുന്നത്. അപ്പം കുറേ ഹോർമോണൽ ചേഞ്ചസും കൂടി ഇതിനൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയാണ് പ്രഷർ കൂടുന്നത്. പ്രഷർ കൂടുമ്പോൾ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കൂടും. അപ്പോൾ അതാണ് ഫൈനലി അത് ഹാർട്ടിൻ്റെ വർക്ക് ലോഡ്, പ്രഷർ കൂടി ഹാർട്ടിന് 3-4 മരുന്ന് എടുത്താലും പ്രഷറൊന്നും കൺട്രോൾ ആവില്ല. ഈ 3-4 മരുന്ന് കഴിയുമ്പോൾ ഈ മരുന്നുകൾ തന്നെ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം മരുന്ന് കഴിച്ചാലും പ്രഷർ കൺട്രോൾ ആവില്ല. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോൾ ഹാർട്ടിന് വർക്ക് ലോഡ് കൂടി ഫൈനലി ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രോക്കിലേക്കും പോകാം. ഈ രോഗങ്ങളുള്ള ആൾക്ക് സ്ട്രോക്കിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ഹാർട്ടിൻ്റെ രക്തക്കൊഴലുകൾക്ക് ഒരു ബ്ലോക്ക് വരുന്നതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നതിന് നമ്മൾ ഹാർട്ടിൻ്റെ അറ്റാക്ക് എന്ന് പറയും. ബ്രെയിനിലെ രക്തക്കൊഴലുകൾക്ക് ബ്ലോക്കോ അല്ലെങ്കിൽ പ്രഷർ കൂടുതലുള്ളവർക്ക് വരാവുന്ന ഈ രക്തക്കൊഴലുകൾ പൊട്ടാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹെമറാജിക് സ്ട്രോക്ക് അല്ലെങ്കിൽ ഈ ബ്ലഡ് ക്ലോട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്ട്രോക്ക്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രോഗ്രസ് ചെയ്ത് പതുക്കെ കൂടി വരുന്ന ഹാർട്ടിന് മറ്റേ ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നില്ല എന്നുള്ളത്. പിന്നെ അങ്ങനെ വലിയ റയറായിട്ട് വരികയാണെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കോവിഡിൻ്റെ കാലത്തൊക്കെ കണ്ടല്ലോ, പലർക്കും കോവിഡ് വാക്സിൻ കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഇൻഫ്ലമേഷൻ കൂടി നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ് മെക്കാനിസത്തിൽ വരുന്ന തെറ്റുകൊണ്ട്, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ ആത്രോസ്ക്ലിറോസിസ്, രക്തക്കൊഴലിൽ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അവിടെ രക്തം കട്ട പിടിച്ചിട്ട് വരുന്ന അറ്റാക്ക്, അവിടെ ബ്ലോക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ചെറിയ രക്തക്കൊഴലിലാണ് ബ്ലോക്ക് വന്നെങ്കിൽ നമുക്ക് വേദന വന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അപ്പോഴേക്കും കാര്യം അറിഞ്ഞു പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായി പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ മേജർ രക്തക്കൊഴലിലാണ് ഈ ബ്ലോക്ക് വന്നെങ്കിൽ നമുക്ക് മാസീവ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതോടുകൂടി തന്നെ ഹൃദയസ്തംഭനം വന്ന് നമുക്ക് മരിക്കാനുള്ള സാധ്യതയും കൂടെ കൂടുകയാണ് ചെയ്യും. അപ്പം ബേസിക്കലി ഈ രോഗങ്ങളുള്ളവരെല്ലാം, അതായത് പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ളവർ, കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർ മനസ്സിലാക്കേണ്ടത് നമുക്ക് എപ്പം വേണമെങ്കിലും ഹാർട്ട് അറ്റാക്കിലേക്ക് നമുക്ക് പോകാം. അപ്പം അതുകൊണ്ട് ഈ പ്രഷറും ഷുഗറും ഒക്കെ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്താലും ഇത് പ്രോഗ്രസ് ചെയ്യും. കാരണം അങ്ങനെയുള്ളവരാണല്ലോ പ്രഷറും ഷുഗറും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെയാണ് അറ്റാക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് വെരി എവിഡൻ്റ് ആണ്. നമ്മൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് വരാതിരിക്കുകയൊന്നുമില്ല. പിന്നെ മരുന്ന് കഴിക്കുന്നവർക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും. മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ലൈഫ് സ്റ്റൈലും കൂടെ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ടാവണം കുറച്ചൊരു കുറവ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റഡീസ് ഡെഫിനറ്റ്ലി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അറ്റാക്ക് വരുന്നുണ്ടെന്നുള്ളത് വെരി ക്ലിയർ ആണ് എല്ലാവർക്കും. വേറെ അതിന് പ്രത്യേകിച്ച് സ്റ്റഡി ഒന്നും
ഒന്നും നോക്കണ്ട. നമ്മളെല്ലാവരുടെയും ഈ അവനവന് തന്നെ നോക്കാം. തൊട്ട് നമ്മളടുത്തുള്ളവരും, ഈ ബൈപ്പാസിന് പോയിട്ടുള്ളവരും, സ്റ്റെൻഡ് ഇട്ടിരിക്കുന്നവരും ഒക്കെ, അതുപോലെ പിന്നെയും സ്റ്റെൻഡ് ഇടേണ്ടി വരുന്നവരും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് മറ്റുള്ള സ്റ്റഡീസിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ലോജിക്കലി തന്നെ വെരി ക്ലിയർ ആണ്. ഈ മരുന്ന് കൊണ്ട് മാത്രം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ? മരുന്നിന്റെയോ സ്റ്റെന്റിന്റെയോ ബൈപ്പാസിന്റെയോ ഒന്നും കുറവുകൊണ്ടല്ല ആർക്കും ഇത് വരുന്നത്. ജീവിതശൈലി രോഗമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാന കാരണം നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. സാധാരണ ഇപ്പൊ ഈ ഹാർട്ടിന്റെ ഇഷ്യൂസ് ഉള്ള ഒരാളാണെങ്കിൽ ആൾക്ക് മരുന്നുണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റെന്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ബൈപ്പാസിലേക്ക് പോവാം. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ബാക്കിയുള്ള മെഡിക്കേഷൻസ് എല്ലാം തന്നെ വേറെ അസുഖങ്ങൾക്കുള്ളതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതേസമയം പറയുന്നത് ഇപ്പം ലിവറിന്റെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ മരുന്നുകൾ, ദാറ്റ് ഈസ് ഹാർട്ടിന്റെ മരുന്നുകൾ ലിവറിനെ എഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹാർട്ടിന്റെ മരുന്നുകൾക്ക് കിഡ്നിയെ എഫക്റ്റ് ചെയ്യാം. മറ്റേ ഡയബറ്റീസിന്റെ മരുന്നുകൾക്ക് കിഡ്നിനെയും ലിവറിനെയും ഹാർട്ടിനെയും എഫക്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. അത് എത്രമാത്രം അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്? നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും, നമ്മളിപ്പോൾ ഹാർട്ടിന് വേണ്ടി കഴിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഡയബറ്റീസിന് വേണ്ടി കഴിച്ചാലും, ഈ മരുന്നെല്ലാം നേരെ ഗുളികയായിട്ട് കഴിക്കുകയാണ്, നേരെ ലിവറിലേക്കാണ് ചെല്ലുന്നത്. ലിവർ അതിൻ്റെ ഒരു 90% നശിപ്പിച്ച് കളയും. അതിനെ ലിവർ തന്നെ കാണുന്ന ടോക്സിൻ ആയിട്ടാണ്. അപ്പം ഡീടോക്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് ലിവറിന്റെ ഫംഗ്ഷൻ, പ്രൈമറി ഒരു ഫംഗ്ഷനാണ്. അപ്പം അതിനെ എങ്ങനെയെങ്കിലും ടോക്സിൻ അല്ലെന്നാക്കി അതിനെ ഒന്നെങ്കിൽ ബൈല് വഴി മലത്തിലേക്ക് പോയി നമ്മുടെ വായ്ക്കുടലിനുള്ളിലേക്ക് വന്ന് അതിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ പറ്റാത്തതിന് നമ്മൾ ബ്ലഡിലേക്ക് തന്നെ ഡീടോക്സിഫൈഡ് ആയിട്ട്, അതിൻ്റെ ആ ടോക്സിക് ഇഫക്റ്റ് കുറച്ച് ബ്ലഡിലേക്ക് തന്നെ പോകും. എന്നിട്ട് അതിന് കിഡ്നി അതിനെ പുറത്തേക്ക് വിടും. കിഡ്നിക്കും പറ്റാതെ വരുമ്പം, കിഡ്നി കുറെ ലോഡൊക്കെ കൂടി കഴിയുമ്പോൾ കിഡ്നിയെ കൊണ്ട് എല്ലാം പറ്റാതെ വരുമ്പോഴേക്കും അത് സ്കിന്നിലേക്ക് വിടും. അപ്പം ഇങ്ങനെ എല്ലാം, സ്കിന്നും മ്യൂക്കസ് മെമ്പറൈനും ഈ എക്സ്ക്രീറ്ററി വേസ്റ്റ് കളയുന്ന ഇതാണ്. ഇപ്പം ചില മരുന്നൊക്കെ കഴിക്കുന്നവർ പറയും എനിക്ക് വായി കയ്പാന്ന്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മ്യൂക്കസ് മെമ്പറൈൻ നമ്മുടെ ഇതും കൂടെ നമുക്ക് ഈ ഫുഡിന്, ഈ മരുന്നുകളെ ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഈ കെമിക്കൽ വരുമ്പോഴാണ് ചില മരുന്നുകൾ വായിക്ക് കയ്പൊക്കെ വരുന്നത്. പല മരുന്നുകൾക്കും അങ്ങനെ വരാം. അതായത് കഴിക്കുമ്പോഴുള്ള കയ്പല്ല, അത് കഴിഞ്ഞാലും വായിക്കകത്ത് എപ്പോഴും ഒരു കയ്പ് നിൽക്കുന്ന പോലെയും, ചിലർക്ക് സ്വീറ്റ് ടേസ്റ്റും ഇങ്ങനത്തെയൊക്കെ വരാം. അപ്പം ഇതെല്ലാം നമ്മൾ ഈ മരുന്നുകളെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിൻ്റെയാണ്. അപ്പം നമ്മൾ ഈ എല്ലാത്തിൻ്റെ ഏറ്റവും ഇമ്പാക്റ്റ് ആർക്കാണ്? ഈ മരുന്നുകളുടെ ആണെങ്കിലും അസുഖത്തിൻ്റെ ആണെങ്കിലും. മരുന്ന് അസുഖം എന്ന് പറയുന്നത് ശരിക്കും ഇതെല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെയാണ്. ഷുഗർ കൂടിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡും കൊഴുപ്പും കൂടിയത് കൊണ്ടാണ് മിക്കവാറും ഈ അസുഖങ്ങളെല്ലാം വരുന്നത്. പിന്നെ രണ്ടാമത് വേറൊരു ഘടകം വരുന്നത് എന്താണെന്ന് ചോദിച്ചു, തേർഡ് ഒരു ഘടകം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടോക്സിൻസ്, ഈ ഫുഡിലുള്ള പ്രിസർവേറ്റീവ്സും കളറും ഒക്കെ. പിന്നെ ഉള്ളത് നമുക്ക് ചേരാത്ത ഫുഡ്, പ്രത്യേകിച്ച് ഈ ഒമേഗ-6 എന്നുള്ളത് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പോൾ ഈ BP ഒക്കെ കൂടുതലുള്ളവർക്ക് ഒമേഗ-6 കൂടുതലുള്ള ഒരു ഒമേഗ-6 എന്ന് പറഞ്ഞ ഫാറ്റ്, ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ നട്ട്സ്, യശ്നണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്ത, ഇതിലെല്ലാം ഒമേഗ-6 എന്ന് പറഞ്ഞ ഫാറ്റ്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഫാറ്റ് കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അല്ലാത്ത എല്ലാ എണ്ണകളും, വെളിച്ചെണ്ണയ്ക്കകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാത്ത എണ്ണകളിലൊക്കെ നമ്മൾ ഈ റൈസ് ബ്രാൻ ഓയിലോ, കോൺ ഓയിൽ, കടലയെണ്ണ, ഇതിലെല്ലാം സൺഫ്ലവർ ഓയിലും ഏറ്റവും കൂടുതലായിരിക്കും ഒമേഗ-6. അതേസമയത്ത് നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട്, അതായത് നമ്മുടെ നീർക്കെട്ടും ഇൻഫ്ലമേഷനും കുറയ്ക്കുന്നത് ഒമേഗ-3 ആണ്. എല്ലാവരും പറയില്ല ഫിഷ് കഴിച്ചാൽ, ചാള കഴിച്ചാൽ നല്ലതാണ്. പക്ഷേ ഈ ഒമേഗ-3 ഉള്ള ഫുഡ് നമ്മളുടെ നാച്ചുറൽ ഫുഡിൽ വളരെ കുറവാണ്. വളരെ ലോ കണ്ടന്റിൽ നമ്മൾ ഫിഷ്, അതും എല്ലാ ഫിഷിലും ഒന്നുമില്ല, നമ്മൾ ഈ ഡീപ് സീ ഫിഷിൽ മാത്രം, സാഡൻ അല്ലെങ്കിൽ അയല പോലെയുള്ള, ചാള അയല പോലെയുള്ളതിലും, സാൽമൺ ഫിഷ്, അത് നമുക്കിവിടെ അങ്ങനെ കിട്ടുന്നതല്ല. പിന്നെ ഈ ഇലക്കറികളിൽ, പിന്നെ ഈ കടല, ഉഴുന്ന്, അതിലൊക്കെ വളരെ ലോ ലെവലിൽ മാത്രമേ ഉള്ളൂ അത്. അപ്പം അത് അങ്ങനെ ഏറ്റവും കുറവാണ്. ഈ ഒമേഗ-6 നമ്മളുടെ പ്ലെന്റി ആണ്. നമുക്ക് ഒമേഗ-6 ഉള്ള നട്ട്സും എല്ലാവരും കശുവണ്ടിയും ബദാമും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കഴിക്കും. അപ്പം ഈ ബാലൻസ് തെറ്റുന്നതുമാണ് നമുക്ക് ഈ പ്രഷറും ഷുഗറും, ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസിലാണ് വരുന്നത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതൊക്കെ വരുന്നത് ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ കൊളസ്ട്രോൾ കൂടുമ്പം അതിനകത്ത് തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡും കൂടെ നമുക്ക് ഒത്തിരി ഇൻഫ്ലമേഷൻ, ഹാർട്ട് അറ്റാക്കിനകത്തും ഇമ്പോർട്ടൻ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചോറും തേങ്ങയൊക്കെ മാത്രം കഴിച്ചു വന്ന വെയിറ്റ് ആണ്, ഇച്ചിരി ഓവർ വെയിറ്റ് ആണെങ്കിൽ പോലും ഇത്രയും ഇൻഫ്ലമേഷൻ വരണമെന്നില്ല. അതേസമയത്ത് നട്ട്സും ഈ നല്ല ഫ്രൈസ്, സൺഫ്ലവർ ഓയിലും അങ്ങനെ മറ്റു പല കുക്കിംഗ് ഓയിലൊക്കെ കഴിച്ച് നന്നായിട്ട് ഫ്രൈഡ് ഐറ്റംസ് വേണമെന്നില്ല, നമ്മൾ കുക്കിങ്ങിനകത്തൊക്കെ ഇപ്പോൾ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്ന കറികൾക്കകത്താണെങ്കിലും ഓയിൽ കൺസംഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം വീണ്ടും നമ്മുടെ അറ്റാക്ക് വരാനും ഹാർട്ട് പ്രോബ്ലംസിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം ബേസിക്കലി നമ്മൾ അവിടെയാണ് നമ്മൾ കറക്ഷൻ കൊണ്ടുവരാൻ നോക്കേണ്ടത്. നമ്മൾ
ബൈപ്പാസ് ചെയ്താലോ സ്റ്റെൻറ്റ് ഇട്ടാലോ അത് കഴിഞ്ഞാലും പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും എല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് വീണ്ടും നമ്മുടെ ലിവറും കിഡ്നിയൊക്കെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ രോഗങ്ങളുള്ള എല്ലാവരുടെയും തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കണം. ഒരു ലിവറിൻ്റെ ഹെൽത്ത് അറിയാനായിട്ട് നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാനിങ് നോക്കിയാൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ, ഫൈബ്രോസിസ് ഉണ്ടോ, ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പം അത് നോക്കി, അതുപോലെ ലിവർ എൻസൈംസും കൂടി കൂടുതലാണ്, കൂടുതൽ ഡാമേജ് ലിവറിന് വരുന്നു എന്നുള്ളതാണ്. അപ്പം ലിവറിന് പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂടുതൽ മരുന്ന് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലിവറിനെ വീണ്ടും നമ്മൾ രോഗത്തിലേക്ക് തള്ളിവിടുക. അതുപോലെ കിഡ്നിക്ക് പ്രോബ്ലം, നമ്മളെപ്പോഴും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കേണ്ടത് കിഡ്നി ഫംഗ്ഷൻ നോക്കണം. കിഡ്നി ഫംഗ്ഷനിൽ ഈവൻ ഈ ക്രിയാറ്റിനൊക്കെ ചെറുതായിട്ട് കൂടുമ്പോൾ ഒന്നും ആരും അത് മൈൻഡ് ചെയ്യില്ല. 1.5 2 ഒരു 3 4 ഒക്കെ ആകുമ്പോഴാണ് റീനൽ ഫെയിലിയർ എന്നുള്ളതിലേക്ക് വരുന്നത്. നമുക്ക് ശരിക്കും ക്രിയാറ്റിന് 1 മുകളിലാകുമ്പോൾ തന്നെ നമ്മുടെ കിഡ്നി ഡാമേജ് തുടങ്ങി, സ്റ്റേജ് 1 റീനൽ ഫെയിലിയറിൽ റീനൽ ഡിസീസിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ GFR ആണ് നമ്മൾ നോക്കേണ്ടത്. GFR 90ക്ക് താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് റീസണബിളി കിഡ്നി ഫംഗ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ GFR 90ക്ക് താഴെ മുകളിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ പ്രോട്ടീനൂറിയ, അതായത് ആൽബുമിനൂറിയ, മൂത്രത്തിൽ പത വരികയും ആൽബുമിനൂറിയ ഉണ്ട്, അല്ലെങ്കിൽ മൂത്രത്തിൽ RBCs ചെറുതായിട്ടെങ്കിലും കാണിക്കുന്നത്, വെളുത്ത ചുവന്ന രക്താണുക്കൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ യൂറിക് ആസിഡ് കൂടുവാണെങ്കിൽ, പലപ്പോഴും യൂറിക് ആസിഡ് കൂടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ യൂറിക് ആസിഡ് കുറയ്ക്കാൻ മരുന്ന് കഴിക്കുക. നമ്മൾ കൊളസ്ട്രോൾ കൂടിയെന്ന് പറഞ്ഞ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ മരുന്ന് കഴിക്കുന്ന പോലെ യൂറിക് ആസിഡ് കൂടി വേറെ സിംറ്റംസ് ഒന്നും ഇല്ല, ജോയിൻ്റ് ഈ ഗൗട്ടിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലാത്തവർ പോലും യൂറിക് ആസിഡ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അത് കിഡ്നിയുടെ ഫംഗ്ഷൻ കുറഞ്ഞു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അത് കിഡ്നിക്ക് വീണ്ടും ദോഷമാണ് വരുത്തുന്നത്. അപ്പം നമുക്ക് കിഡ്നിയെ സംരക്ഷിക്കണം, ലിവറിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചോ സ്റ്റെൻറ്റ് ഇട്ടോ ബൈപ്പാസ് സർജറി ചെയ്തോ ഒന്നും നമുക്കത് സംരക്ഷിക്കാൻ പറ്റില്ല. ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിതിൻ എ മന്ത് നമുക്ക് ഈ മരുന്നുകളെല്ലാം തന്നെ കുറച്ചുകൊണ്ട് വന്ന് നിർത്തി നോർമലായിട്ടുള്ള പ്രഷറിലും ഷുഗറിലും മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് വെറുതെ ബ്ലൈൻഡായിട്ട് നിർത്തുകയല്ല, പ്രഷറും ഷുഗറും ഒക്കെ മരുന്ന്, കൊളസ്ട്രോളും ഒക്കെ മരുന്നില്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാം മോഡേൺ മെഡിസിനിൽ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ അത് നമുക്ക് പോസിബിൾ ആണെന്നുള്ളതാണ്. ഈ BP-യുടെ കാര്യം പറയുമ്പോൾ പൊതുവെ പറയുന്നത് BP ഉള്ളവർക്ക് ഇങ്ങനെ അവർക്ക് ഇറിറ്റേഷനും ആങ്കർ, ദേഷ്യവും ഒക്കെ കൂടുതലാണെന്നാണ്. അതുപോലെ തന്നെ ഈ ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്കും അതുണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ ഡിപ്രഷനും ഒക്കെ വരാറുണ്ട്. അപ്പം ശരിക്കും ഈ ഹാർട്ടും BP-യും ഡിപ്രഷനും ദേഷ്യവും ഒക്കെ ആയിട്ടുള്ള എന്താണ് കണക്ഷൻ? പിന്നെ അത് ചിലർ പറയുന്ന ഒരു പരിധി വരെ മരുന്നുകളും കൂടെ അതിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ശരി, നമ്മൾ ഈ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റെൻറ്റ് ഒക്കെ ഇടുകയും ബൈപ്പാസ് ചെയ്യുന്നത്. ഈ സെയിം ബ്ലോക്ക് നമ്മുടെ ബ്രെയിനിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അത് രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുവാണ്. നമ്മുടെ ബ്രെയിനിലെ രക്തക്കൊഴലുകൾ എന്ന് പറഞ്ഞാൽ വളരെ നേരിയതായിട്ടുള്ളതും വളരെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കൊഴുപ്പ് വെച്ചാൽ. അപ്പം അവിടുത്തെ രക്തക്കൊഴലുകളും ഈ ഇതിനകത്താണ് ഒരു സെമി സോളിഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിലോ ബോണോ പോലെയല്ല, അതൊരു സെമി സോളിഡ് ഇതാണ്. അപ്പോൾ അവിടുത്തെ രക്തക്കൊഴലുകളും അത്ര ജെന്റിലായിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ശരിക്കും ബ്രെയിനിൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട്. നമ്മൾ കഴിക്കുന്ന പല ടോക്സിൻസും മരുന്നുകളും ഒന്നും ബ്രെയിനിലേക്ക് പോകാതിരിക്കാൻ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ആ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ ക്രോസ് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ പലർക്കും ഈ ടെൻഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ടെൻഷനാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ സ്ട്രെസ് വരുമ്പോഴും നമ്മുടെ നെർവ്സിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പം ഈ മരുന്നുകളും അതുപോലെ തന്നെ രക്തക്കൊഴലുകൾക്കുള്ള ഡാമേജ്, ബ്രെയിനിൻ്റെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ കോഗ്നിറ്റീവ് പവറും കുറഞ്ഞു പോകും. പ്രത്യേകിച്ച് പ്രഷർ ഉള്ളവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ മൈക്രോ ഹെമറേജസ് വരും. അത് പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് പ്രത്യേകിച്ച് കൂടുതലായിരിക്കും. പ്രഷറിന് മരുന്ന് കഴിച്ചാൽ നമ്മൾ ഒരു ഡോസ് ഇച്ചിരി നേരം താമസിച്ച് കഴിഞ്ഞാൽ പ്രഷർ ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് വലിയ സ്ട്രോക്ക് ഒന്നും വന്നില്ലെങ്കിലും ചെറിയ ചെറിയ ഹെമറേജസ് വരും. നമ്മൾ അറിയാതെ പോകും. സൈലന്റ് അറ്റാക്സ് എന്ന് പറയും, ബ്രെയിനിൻ്റെ സൈലന്റ് സ്ട്രോക്ക് എന്ന് പറയും. ഹാർട്ടിനാണെങ്കിൽ സൈലന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. അതുപോലെ അത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അത് കൂടുതലായിരിക്കും. കാരണം ഈ രക്തക്കൊഴലുകൾക്ക് പ്രത്യേകിച്ച് മൈക്രോവാസ്കുലർ ഡാമേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബ്രെയിനിലും ഈ പ്രശ്നം വരും, ഹാർട്ടിലും പ്രശ്നം വരും. പലപ്പോഴും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഡയബറ്റിക് പേഷ്യൻറ്റിന് നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവർ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരു അറ്റാക്ക് വന്നു. ആൻജിയോഗ്രാമിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തുകൊണ്ട് അറ്റാക്ക് വന്നു. അപ്പം അവർക്ക് മേജർ രക്തക്കൊഴലുകൾക്കുള്ള ബ്ലോക്ക് മാത്രമേ നമുക്ക് ആൻജിയോഗ്രാമിൽ അറിയാൻ പറ്റുള്ളൂ. മൈനർ രക്തക്കൊഴലുകൾക്ക് മൈക്രോ ആൻജിയോപ്പതി എന്ന് പറയുന്നത് നമുക്ക് ആൻജിയോഗ്രാം വെച്ചും അറിയാൻ പറ്റില്ല. അത് ഡയബറ്റിക് പേഷ്യൻസ് വളരെ കോമൺ ആയിരിക്കും. ഹാർട്ടിലാണെങ്കിലും ഹാർട്ട് അറ്റാക്കും വരാം. അതുപോലെ സൈലന്റ് സ്ട്രോക്കും ഡയബറ്റിക് പേഷ്യൻറ്റിന് കൂടുതലായിരിക്കും. ഇത് തന്നെ നമ്മൾ ഇങ്ങനത്തെ പ്രത്യേകിച്ച് ബ്രെയിനിലെ സ്ട്രോക്കിനും ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞ് ബ്രെയിൻ ചുരുങ്ങി വരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. പ്രായമായവർ
ഒരു പ്രത്യേകിച്ച് പ്രഷറും ഷുഗറും ഉള്ളവരുടെ ബ്രെയിൻ അട്രോഫിക് നമ്മൾ റിപ്പോർട്ട് നോക്കിയാൽ മതി. MRI ഒക്കെ നോക്കും, MRI CTയിലും ഒക്കെ ബ്രെയിൻ ഏജ് റിലേറ്റഡ് അട്രോഫി എന്നായിരിക്കും മിക്കവാറും എഴുതിയിരിക്കുന്നത്. അത് കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ബ്രെയിന് ഡാമേജ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഇറിറ്റബിലിറ്റി കൂടുതലായിരിക്കും, സ്ട്രെസ്സ് എല്ലാത്തിനും മൊത്തത്തിൽ ഒരു ഇറിറ്റബിൾ ആയിരിക്കും അവർ. മിക്കവാറും പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർക്കാണല്ലോ, ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവരെല്ലാം പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാം ഇറിറ്റബിലിറ്റിയും സ്ട്രെസ്സും എല്ലാം കൂടുതലായിരിക്കും. ഇപ്പം വൈഫുമാരാണ് അത് അറിയുന്നത്. അപ്പം നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ പലപ്പോഴും വരുമ്പോൾ ഉറക്കക്കുറവുണ്ടാവും, സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും, ഭയങ്കര ഇറിറ്റബിളും ദേഷ്യമായിരിക്കും. അപ്പോൾ അത് കുറഞ്ഞു വരുന്നത് നമുക്ക് വെരി എവിഡൻ്റ് ആയിട്ട് കാണാം എന്നുള്ളതാണ്. അപ്പോൾ അത് വൈഫുമാർ പറയും, ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് പറയും, അല്ലെങ്കിൽ വൈഫാണെങ്കിൽ വൈഫിനാണ് അസുഖമുള്ളതെങ്കിൽ ഹസ്ബൻഡും പറയും. അത് നേരത്തെ ആണെങ്കിൽ ലേഡീസിന് ചിലപ്പം പലപ്പോഴും കുറച്ചും കൂടെ ഒരു ഡിപ്രസീവ് ആസ്പെക്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആകുക, പെട്ടെന്ന് കരയുക, എല്ലാത്തിനും കരച്ചിൽ വയ്ക്കുക, അതായിരിക്കും. ജെൻസിനാണെങ്കിൽ കൂടുതൽ, ആണുങ്ങളാണെങ്കിൽ കൂടുതൽ ദേഷ്യമായിരിക്കും മക്കളുടെ അടുത്തും എല്ലാവരുടെയും അടുത്തും. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു പ്രിൻസിപ്പൾ, സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന ഞാനാണ്. അപ്പം അദ്ദേഹം പറയാണ്, സ്കൂളിൽ ചെന്നപ്പോൾ ഇപ്പം ഒരു 1 month ആയപ്പോൾ പറയാണ്, ഇപ്പോൾ എല്ലാവരും ടീച്ചേഴ്സൊക്കെ പറയാൻ തുടങ്ങി സാറിപ്പം ഭയങ്കര കൂളായിരുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനും ദേഷ്യം. അപ്പം നമ്മൾ ഈ നമ്മളിതൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ഉള്ളവരും കൂടെ അങ്ങ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഡയബറ്റീസിനും പ്രഷറിനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ കണ്ടിന്യൂസ്ലി ഒരു ഇഷ്ടങ്ങളും വീട്ടുകാർക്കും ശരിക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതേസമയത്ത് നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്ത് ഈ മരുന്നും മാറി വരുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി കൂളാകും. ലൈഫിന് ഒരു നമ്മുടെ സ്ട്രെസ് പ്രശ്നങ്ങളൊക്കെ, സ്കൂളിലുള്ള പ്രശ്നങ്ങൾ, പ്രിൻസിപ്പളിനെ സംബന്ധിച്ചുള്ള സ്കൂളിൽ ഇഷ്ടംപോലെ പ്രശ്നം ഉണ്ടാകും. ഒരു IT വർക്ക് ചെയ്യുന്നവർക്ക് അവിടുത്തെ പ്രശ്നങ്ങളുണ്ടാകും. വീട്ടിലും പ്രത്യേകിച്ച് ടീനേജേഴ്സും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ഫാമിലി പ്രശ്നങ്ങളും എല്ലാം അവിടെ ഉണ്ടാകും. പക്ഷെ നമ്മളതിനെ കാണുന്ന കാഴ്ചപ്പാടിന് വ്യത്യാസം വരും. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം പിന്നെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായിട്ട് ഈ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇതിലേക്ക് കാണിയാൽ ചിലർ വെരി ഇറിറ്റബിൾ ആയിരിക്കും. അപ്പോൾ അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല, ആ ഒരു നിലയിലേക്ക് എത്തും. അപ്പോൾ പിന്നെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടെങ്കിലേ അത് പറ്റുള്ളൂ, അവരെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫാമിലി മെമ്പേഴ്സ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി, പക്ഷേ ഫാമിലി മെമ്പേഴ്സിനും കേൾക്കാത്ത ആൾക്കാരും ഉണ്ട്, ഒന്നും കേൾക്കാതെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പോലും പറ്റാത്ത നിലയിലെത്തും. അപ്പോൾ അവിടെയാണ് പിന്നെ അത് ഡെമെൻഷ്യ, അൽഷിമേഴ്സ് ഡിസീസ്, അങ്ങനെ അത് പ്രോഗ്രസ് ചെയ്ത് പോകും. അപ്പം അവിടെ നമ്മൾ എത്തിക്കാതെ പലപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി കുറയുന്നുണ്ടോ? ഇപ്പോൾ ഈ കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊളസ്ട്രോളിൻ്റെ സ്റ്റാറ്റിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് ഷോർട്ട് ടൈം മെമ്മറി കുറയുക എന്നുള്ളത്. അത് നമുക്ക് ആ ബ്രെയിനിന് വേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ മരുന്നും ഇല്ലായിട്ട് പോയാൽ ഈ മൈക്രോ ബ്രെയിനിലെ ഹെമറേജസും ഒക്കെ കൂടി വന്നു കഴിഞ്ഞാണ് നമ്മൾ ഡെമെൻഷ്യയിലേക്കൊക്കെ പോകുന്നത്. ഈവൻ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷൻസ്, അത് നമ്മൾ എൻഡോത്തീലിയൽ സ്മോൾ രക്തക്കൊള്ളുകൾക്ക് ഡാമേജ് വരുത്തുന്നതാണ് ഇൻസുലിൻ, ഹൈപ്പർ ഇൻസുലിനിയ. അതും അൽഷിമേഴ്സ് ഡിസീസുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്കാൻസ് വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഹാർട്ട് അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആകുന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കാൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഇങ്ങനെ ഈ പല അസുഖങ്ങൾ ഒരുമിച്ചുള്ളവർക്ക്, അതേപോലെ തന്നെ ഹൃദ്രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഉള്ളവർക്കൊക്കെ എങ്ങനെയാണത് യൂസ്ഫുൾ ആവുന്നത്? സ്കാനിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിന് സൈഡ് ഇഫക്ട്സ് ഇല്ല, എക്കണോമിക്കലും ആണ്. ഇപ്പം ഞാൻ ബേസിക്കലി ആർക്കും ആൻജിയോഗ്രാമോ അല്ലെങ്കിൽ കാൽസ്യം സ്കോറോ ഒന്നും ചെയ്യാൻ പറയാറില്ല. കാരണം അതിനെല്ലാം അതിൻ്റെതായ ഒരു റിസ്ക് ഫാക്ടറും കൂടെ ഉണ്ട്. ഈവൻ ഇപ്പോൾ പിന്നെ MR ആൻജിയോഗ്രാഫി വരുന്നുണ്ട്, പക്ഷെ അതിവിടെ ഒന്നും അത്ര അവൈലബിൾ അല്ല. പലപ്പോഴും അതിനും കോൺട്രാസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ഇല്ലാത്ത MRI വരികയാണെങ്കിൽ ദറ്റ് ഇസ് ഗുഡ്. പിന്നെ പെറ്റ് സ്കാൻ വരുന്നുണ്ട്, അതൊക്കെയാണ് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഹാർട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ട്രേസസ് അവിടെയൊക്കെ നമ്മൾ ഈ കെമിക്കൽ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കേണ്ടി വരും. ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കാതെ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഈ അൾട്രാസൗണ്ട് സ്കാൻ. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ വെച്ചിട്ട് നമ്മൾ ഈവൻ നമ്മുടെ എന്തോരം രക്തക്കൊഴലുകളിൽ എന്തോരം കൊഴുപ്പ് അടിയുന്നുണ്ട്, അത്രോസ്ക്ലീറോസിസിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്കത് അതിൻ്റെ പ്രോഗ്രസ് അസസ്മെൻറ്റിനും അത് ബെനിഫിഷ്യൽ ആവുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുന്ന പേഷ്യൻറ്റ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവരുടെ ബോഡിയെക്കുറിച്ചും അവരുടെ ഇപ്പോഴത്തെ ബോഡിയുടെ കണ്ടീഷൻ എന്താണെന്നും, അതുപോലെ അവരുടെ ഫുഡുമായിട്ട് അവരുടെ ബോഡിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഫുഡ് ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടും കൂടെയാണ് ചെയ്യുന്നത്. അതുപോലെ അവരുടെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഒക്കെ ഏതൊക്കെ കൂടി നിൽക്കുന്നുണ്ട്, എന്നിട്ട് അതും കൂടെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ ഒരു കാർഡിയോളജി പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ട്രീറ്റ്മെൻറ്റ് അവർക്ക് ബൈപ്പാസ് ചെയ്യണോ, സ്റ്റെൻഡ് ഇടണോ, ഏത് മരുന്നുകൾ എന്തോരം ഉപയോഗിക്കണം, ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് എല്ലാ ടെസ്റ്റുകളും പോകുന്നത്.
അല്ലാതെ ഇപ്പം HCRP ഒക്കെ കൂടുതലായിട്ടുള്ള പേഷ്യന്റിന് അവർ ഒരിക്കലും ഒരു കാർഡിയോളജിസ്റ്റ് HCRP ഫോളോ ചെയ്യാറില്ല. ആകെ കൊളസ്ട്രോൾ ഇപ്പോൾ ഒരു സ്റ്റെന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഷുഗറും കൊളസ്ട്രോളും കൺട്രോൾ ആണോ എന്നുള്ള ഒരു നോട്ടം മാത്രം. BP കൺട്രോൾ ആണോ, ഷുഗർ കൺട്രോൾ ആണോ, കൊളസ്ട്രോൾ കൺട്രോൾ ആണോ, ഈ കാര്യങ്ങൾ മാത്രമേ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. കൊളസ്ട്രോൾ സ്റ്റാറ്റിൻ എടുത്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും. ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും പലർക്കും. ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കുറയണം, ഷുഗർ പക്ക കൺട്രോളിലേക്ക് വരണം. HbA1c 5.5 താഴെ വന്നാലേ നമുക്ക് ഡയബറ്റീസ് റിയലി കൺട്രോൾഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം HbA1c 8 താഴെയാണ് കൺട്രോൾഡ് എന്നാണ്. പക്ഷേ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ HbA1c 5.5 എത്തിക്കണം എന്നുള്ളതാണ്, അതിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്, മരുന്നില്ലാതെ. അല്ലാതെ ഇൻസുലിനും ഡയബറ്റിക് മെഡിസിനും എടുത്തോണ്ടല്ല. ജനറലി നമ്മൾ ഈ ഹാർട്ട് പേഷ്യൻസ് ഇതൊക്കെ എല്ലാം മൾട്ടിപ്പിൾ രോഗങ്ങളാണല്ലോ. ഒരു രോഗമായിട്ടല്ല ആരും വരുന്നത്. അതിലെല്ലാവർക്കും പ്രഷറും ഷുഗറും എല്ലാം ഉണ്ടാവും. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ ടൈപ്പ് 2 ആണോ എന്ന് നോക്കും. അത് നമുക്ക് ഇൻസുലിനും C-പെപ്റ്റൈഡും ഒക്കെ നോക്കി അറിയാൻ പറ്റും. അതൊക്കെ നോക്കി നമുക്കറിയാം. അപ്പം നമ്മളുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഇൻസുലിൻ ഡയബറ്റിക് മെഡിസിൻസ് എല്ലാം നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നിർത്താന്നുള്ളതാണ്. നിർത്തി നെക്സ്റ്റ് ഒരു ദിവസം തന്നെ 4 പ്രാവശ്യമാണ് നമ്മൾ ഷുഗർ നോക്കുന്നത്. വിതിൻ 24 പലരും 12 hours തന്നെ ഷുഗർ നോർമലിലേക്ക് മരുന്നില്ലാതെ തന്നെ വരുന്നുണ്ട്. പിന്നെ എത്ര നന്നായിട്ട് കറക്റ്റായിട്ട് നോക്കുന്നു എന്നുള്ളതനുസരിച്ച് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ വിതിൻ 2-3 days എന്താണെങ്കിലും ഈ മരുന്നില്ലാതെ തന്നെ ഷുഗർ കൺട്രോൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യന്റിന്. അപ്പോൾ അത്രയും മരുന്ന് മാറി കിട്ടിയല്ലോ, അപ്പോൾ തന്നെ പേഷ്യന്റിന് ഭയങ്കര ആശ്വാസമായിരിക്കും. അപ്പോൾ ഈ ഓവറായിട്ടുള്ള വിശപ്പ് പല ഈ ഹാർട്ട് പേഷ്യന്റിനും ഡയബറ്റിക് പേഷ്യന്റിനും എല്ലാം പേടി അവർ വിശക്കുകയല്ലേ എന്നുള്ളതാണ്. വിശപ്പിന്റെ പ്രശ്നം ഈ മരുന്നാണ് ശരിക്കും നമുക്കിങ്ങനെ വിശപ്പും അൾസറേഷനും വയറിന്റെ സ്റ്റൊമക്കിന്റെ ഡിസ്കംഫർട്ടും എല്ലാം കൊണ്ടാണ് എപ്പോഴും ഈ ഭക്ഷണം കഴിക്കണം എന്നുള്ള തോന്നൽ. ആദ്യത്തെ 1 week കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും അവർക്ക് ആ വിശപ്പ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ കുറയും. കാരണം നമുക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയാണ്. നമുക്ക് വേണ്ട ന്യൂട്രീഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ബോഡി ഇങ്ങനെ ഓവറായിട്ട് വിശപ്പ് വരികയില്ല. അപ്പം കറക്റ്റായിട്ട് ന്യൂട്രീഷൻ കിട്ടുന്ന ആൾക്ക് വിശപ്പ് വരും, ഓവറായിട്ട് വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഗ്യാസ്ട്രിക് അൾസർ ഉള്ളതുകൊണ്ടാണെന്നാണ്. അപ്പം അത് കറക്റ്റ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടുള്ളത് എടുക്കേണ്ടി വരും. അപ്പം അത്ര സിമ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളെല്ലാം ഇതിൻ്റെ മിക്കവാറും എല്ലാ മരുന്നും കുറച്ചുകൊണ്ടൊന്ന് നിർത്താനും, അതില്ലാതെ തന്നെ HbA1c ഒക്കെ 3 മാസം കൊണ്ട് ഇപ്പം 10ഉം 12ഉം ഒക്കെ നിൽക്കുന്ന ആൾക്കാർ 3 മാസം കൊണ്ട് എല്ലാം 5.5 എത്തണമെന്നില്ല. അത് പേഷ്യൻറ്റും കൂടെ നോക്കുന്നതനുസരിച്ച്. ഇപ്പം ഞാനൊരു പേഷ്യൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം തുടങ്ങിയപ്പോൾ അവരുടെ 10.1 ഇന്നിപ്പോൾ ഫോളോ അപ്പിന് വന്നൊരു പേഷ്യൻ്റ് ഞാൻ നോക്കുമായിരുന്നു. തുടങ്ങിയപ്പോൾ അവർക്ക് HbA1c 10.1 ആയിരുന്നു. അവർ വിത്ത് മരുന്നാണ്. മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ 30 days ആയപ്പോഴേക്കും അവരുടെ HbA1c 8.5 വന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പറയും 3 മാസത്തിൽ ആവറേജ് അല്ലേ, എന്തിനാണ് ഡോക്ടർ എപ്പോഴും എല്ലാ ആഴ്ചയും നോക്കുന്നതെന്ന്. 3 മാസത്തെ ആവറേജ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്. കൺവെൻഷണൽ ട്രീറ്റ്മെന്റിലാണ് ഈ 3 മാസം കൂടുമ്പോൾ HbA1c നോക്കുന്നത്. നമുക്ക് 3 മാസം കൊണ്ട് അത് നോർമലാക്കണം. കഴിയുന്നതും അറൗണ്ട് ഒരു 6 കൊണ്ടുവരാനാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ എവരി വീക്ക് തന്നെ, അതായത് പേഷ്യന്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനും കൂടിയാണ് എവരി വീക്ക് HbA1c നോക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു മാസം കൊണ്ട് തന്നെ 10 മുകളിലുണ്ടായിരുന്നത് 8.5 വന്നു. അപ്പോൾ അത് പേഷ്യന്റ് എത്ര കറക്റ്റായിട്ട് നോക്കുന്നതിനനുസരിച്ച് അത് ഫാസ്റ്റായിട്ട് കുറഞ്ഞു വരും എന്നുള്ളതാണ്. രോഗമുള്ളവരെ അവരുടെ കിഡ്നിയുടെ ആരോഗ്യവും ലിവറിന്റെ ആരോഗ്യവും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പൊതുവെ അറിയുന്നത്. ഈ തൈറോയിഡും ഈ ഹൃദ്രോഗത്തെ ബാധിക്കാറുണ്ട്. തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ അത് അത്രമാത്രം അങ്ങനെ പൊതുവെ അറിയുന്ന കാര്യമല്ല. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അറിയേണ്ടത്? നമുക്കിവിടെ തൈറോയ്ഡ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. വളരെ കൂടുതലാണ്. ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഒരു 40 years ബാക്ക് ഒക്കെ വെരി റെയർ ആയിട്ട് മാത്രം ലേഡീസിന് മാത്രമേ അത് കണ്ടിരുന്നുള്ളൂ. അത് ഒരു 10-20 years ബാക്ക് ആണുങ്ങളിലേക്കും അത് കൂടുതലായിട്ട് കണ്ടു തുടങ്ങി. ഇപ്പം മിക്കവാറും വരുന്ന പേഷ്യൻസിനൊക്കെ തന്നെ നല്ല ഒരു ഗ്രൂപ്പ്, എത്ര പെർസെൻറ്റേജ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിവേ മോർ ദാൻ 50% ഈ മറ്റേ തൈറോയിഡിന്റെ പ്രോബ്ലംസ് ഉണ്ടാകും. അവർ മരുന്ന് കഴിക്കുന്നവരല്ലെങ്കിൽ പോലും നമ്മൾ നോക്കുമ്പം ഈ അതിന്റെ തുടക്കം ഉണ്ടാകും. ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് കൂടുകയോ അല്ലെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ തന്നെ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് സിറ്റുവേഷൻ വരുന്നത്. തൈറോയിഡ് ഫംഗ്ഷൻ തെറ്റുമ്പോൾ തൈറോയിഡാണ് നമ്മുടെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ്. അപ്പോൾ തൈറോയിഡ് ഹോർമോൺ തെറ്റി തൈറോയിഡിന്റെ ഗുളിക കഴിച്ചാൽ പോലും അവരുടെ ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലായിരുന്നു. അവർക്ക് തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്ക് അതാണല്ലോ വെയിറ്റ് ഗെയിൻ വരുമല്ലോ. ഈ വെയിറ്റ് ഗെയിൻ മൊത്തത്തിൽ വണ്ണം കൂടുന്നുള്ള, അതുപോലെ അവരുടെ രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിയാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം പ്രഷറും ഷുഗറും മാത്രമല്ല, ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് ഏതാണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് തൈറോയിഡാണ്. അങ്ങനെയുള്ളവർക്ക് ഹാർട്ട് അറ്റാക്കിന് ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ റുമാറ്റിസം പോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും
മറ്റുള്ള ഉണ്ട് സ്ലിറോഡർമ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് ഓട്ടോഇമ്യൂൺ ഡിസീസസ് ഉണ്ട്. ഈവൻ സോറിയാസിസ് പോലെയുള്ള സ്കിൻ ഡിസീസസ് ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയിട്ടുള്ള ഇവർക്കൊക്കെ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. കാരണം അവിടെയും ഈ രക്തക്കൊഴലിന് കൊഴുപ്പടിയിൽ മാത്രമല്ല, അല്ലാതെ തന്നെ ആ രക്തക്കൊഴലിൻ്റെ സ്ട്രക്ചറിന് ഡാമേജ് വരും. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും അവിടെയും അതൊരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഈ രക്തക്കൊഴലുകളിൽ വെയിനിന് ഡാമേജ് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ആ വീനസ് സിസ്റ്റം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനും ഡാമേജ് വരാം. അതിൽ വരുന്ന ക്ലോത്ത്സും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും ഈ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും ഏത് ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെങ്കിലും അതുള്ളവർക്കും ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇതോടുകൂടി നമ്മളുടെ ഈ തേർഡ് എപ്പിസോഡ്, ഹൃദ്രോഗത്തെ പറ്റിയുള്ള തേർഡ് എപ്പിസോഡ് തീരുകയായി. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ജീവിതശൈലി ക്രമീകരണം എങ്ങനെയാണ് ഹൃദ്രോഗത്തെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതെന്നുള്ളതായിരിക്കും. നന്ദി, നമസ്കാരം. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക.